സ്വാമി ശരണമയ്യപ്പ. വീണ്ടും ഒരു ശബരിമല യാത്ര. ഞാൻ ഓർത്തിന്ന് ഭയങ്കര മഴയായിരിക്കുമെന്ന്, പക്ഷേ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതുമാത്രമല്ല, ഈ പ്രാവശ്യം പറയത്തക്ക മഴകളൊന്നും പെയ്തില്ല. നല്ല അതിശക്തമായ മഴയാണെങ്കിൽ ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു റൂട്ടാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് പമ്പ യാത്ര. ഞാൻ അതിശക്തമായ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി, എങ്ങുമില്ല. ഇത് നമ്മൾ ആ ലാഹ കയറ്റം കയറി പോകുമ്പം ഏകദേശം സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ കാണുന്ന അമ്മൻ കോവിലാണ്. ഇവിടെ വൃശ്ചിക 1 മുതൽ ഹരികരാസനം പാടി നടയടയ്ക്കുന്ന അന്ന് വരെ അന്നദാനം ഇവിടെ ഉണ്ട്. അന്നദാനം എല്ലാവരും കഴിക്കണം. പിന്നെ മറ്റ് മാസങ്ങളിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ അന്നദാനമുണ്ട്. അവിടെ വാഹനമൊക്കെ റോഡ് സൈഡിൽ നിർത്താനും നല്ലപോലെ സൗകര്യമുണ്ട്. നിർത്തി അന്നദാനം കഴിക്കണം. അങ്ങനെ ലാഹ കഴിഞ്ഞു. ഇനി അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലേക്ക് കയറുകയാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ സൈഡിലെല്ലാം ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആ കാടിനുള്ളിൽ തന്നെ സർക്കാർ ആണെന്ന് തോന്നുന്നു വീടുകളൊക്കെ വെക്കുന്നുണ്ട്. നേരത്തെയൊക്കെ അവരുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. ഇത് നമ്മൾ ഈ പൂങ്കാവനത്തിലേക്ക് കയറി 1 കിലോമീറ്റർ കാണുന്ന ഒരു അയ്യപ്പസ്വാമിയുടെ കോട്ടയാണ്. ഇവിടം അറിയാവുന്ന എല്ലാവരും ഇവിടെ വന്ന് നിലവിളക്ക് കത്തിച്ച് കർപ്പൂരവും ചന്ദനത്തിരിയും കത്തിച്ച് തൊഴുതതിന് ശേഷമാണ് മലയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്വാമിമാർ ഇവിടെ വന്ന് ഇരുമുടി കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന പതിവും ഉണ്ട്. ഇത് അയ്യപ്പസ്വാമിയുടെ ഒരു കോട്ട കവാടമാണത്. അതുപോലെ തന്നെ ഈ മുമ്പോട്ട് പോകുമ്പം അയ്യപ്പസ്വാമിയുടെ വേറൊരു കോട്ടയുടെ ഒരു കവാടമുണ്ട്. ആ കവാടം ഞാൻ റീലിട്ടപ്പോൾ പലരും ചോദിച്ചു, അത് എവിടെയാണ്, അതെന്താണ് സംഭവം എന്നും ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതും ഞാൻ കാണിക്കാം. സാധാരണ ഈ മാസങ്ങളിൽ പോകുമ്പോൾ അതിശക്തമായ മഴ നനഞ്ഞ് കുളിച്ച് വേണം പോകാൻ. എന്തായാലും പറയത്തക്ക മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇതിങ്ങനൊന്നുമല്ല, അതിശക്തമായിട്ട് വെള്ളം ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അത് തെലങ്കാനയിൽ നിന്ന് വന്ന കുറേ അയ്യപ്പന്മാർ ആ സൈഡിൽ വണ്ടി നിർത്തി കുളിക്കുന്നതാണ് ആ കണ്ടത്. സ്വാമി ശരണമയ്യപ്പ. കഴിഞ്ഞ 1-ാം തീയതിക്ക് ശബരിമല പോയി, പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതാണ് തലപ്പാറമല കോട്ട. ഇത് അയ്യപ്പസ്വാമിയുടെ 99 കോട്ടകളിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ്. ഇത് ആ കോട്ടയുടെ കവാടം. അതാണ് ഈ കാണുന്ന വഴിയെ നേരെ ഒരു 7 കിലോമീറ്റർ ഉള്ളിലാണ് ഈ കോട്ട. ഈ വീഡിയോ കണ്ടുകൊണ്ട് അതുവഴി നേരെ പോകരുത്. അതിശക്തമായ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യമുള്ളിടമാണ്. മലയാള മാസം 1-ാം തീയതിയാണെങ്കിൽ ആ കോട്ടയെപ്പറ്റി അറിയാവുന്ന ഭക്തർ മലയ്ക്ക് മുറുക്കാൻ വെക്കാനെ കൊണ്ടൊക്കെ വരും. അന്നത്തെ ദിവസം പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളും പേരുമൊക്കെ പൊഴിഞ്ഞൊക്കെ കാണും. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു കാരണവശാലും കയറി പോകരുത്. നമ്മൾ ഇത് തിലാപ്പള്ളി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിനോട് ചേർന്നാണ്. ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് തന്നെ കുറുക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ ആ കോട്ടയിലേക്ക് കയറാൻ കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ. വേണ്ടേ ആ വഴി ഞാൻ കാണിക്കാം. ഇതെല്ലാം ആന ഇറങ്ങുന്ന ആന താരയാ. ഈ സമയങ്ങളിൽ പരമാവധി നടയടച്ചതിന് ശേഷം ഭക്തരാരും വരരുത്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആന മിക്കപ്പോഴും റോഡിൽ കാണും.
സ്വാമി ശരണമയ്യപ്പ. ഞാൻ ഇപ്പോൾ കാണിച്ച ആ വെള്ളച്ചാട്ടവും അതിശക്തമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു ഇടമായിരുന്നു. മഴ പൊതുവേ കുറവാണ്. ഇത് വീഡിയോ കാണുന്നവരുടെ മേഖലയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടൊക്കെ തീരെ മഴ കുറവാണ്. കാലവർഷം പറയത്തക്ക രീതിയിൽ പെയ്തിട്ടില്ല. അല്ല ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വീഡിയോ കിട്ടത്തില്ല. അങ്ങനെ ഏകദേശം ഇലവങ്കൽ എത്താറായി. ഇലവങ്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എരുമേലിയിൽ നിന്ന് വരുമ്പോൾ പത്തനംതിട്ട പമ്പ റോഡിലേക്ക് കയറുന്ന ഇടമാണ് ഇലവുങ്കൽ. ഇന്ന് പറയത്തക്ക തിരക്ക് ഒന്നും ഉള്ള ലക്ഷണമില്ല. കാരണം അല്ലെങ്കിൽ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാഹനം വരുന്ന ഒരിടമാണ്. അങ്ങനെ നിലയ്ക്കലായി. നിലയ്ക്കലും പറയത്തക്ക തിരക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിലയ്ക്കൽ നമ്മൾ ആ പാർക്കിങ്ങിലേക്ക് കയറുന്നതിൻ്റെ അവിടുന്ന് തൊട്ട് ഒരു 2-3 കിലോമീറ്റർ നീളത്തിന് ക്യൂ കാണുന്ന വാഹനങ്ങളുടെ. ഇന്നിപ്പോൾ ഏകദേശം പറഞ്ഞാൽ നമ്മൾ ആ തിരിഞ്ഞ് കയറുന്നതിൻ്റെ അവിടുന്ന് ഒരു കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ നീളത്തിനുള്ള ക്യൂവേ ഉള്ളൂ. ഇനിയും പിന്നീട് വാഹനത്തിൻ്റെ തിരക്കൊക്കെ ആകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഞാൻ ബൈക്കിലാണ് നേരെ പമ്പയിലേക്ക് തന്നെ പോവുകയാണ്. ഇത് നമ്മൾ അട്ടത്തോട് എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടവും ഇങ്ങനല്ല. അവിടെ നിന്നൊരു 50 മീറ്റർ നീളത്തിന് ശക്തമായിട്ട് അവിടെ വെള്ളം വീഴുന്ന ഒരു ഇടമാണ്. അവിടെ വാഹനങ്ങളൊക്കെ കഴുകാനും അയ്യപ്പന്മാരൊക്കെ നിർത്തി അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പറയത്തക്ക വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇവിടെ പൊതുവേ മഴ തീരെ കുറവാണെന്ന് തോന്നുന്നു പെയ്തേക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ അട്ടത്തോട് കഴിഞ്ഞു. ഇനിയും പമ്പയിലേക്കെത്താൻ അധികം ദൂരമൊന്നുമില്ല. വാഹനങ്ങളെല്ലാം നിലയ്ക്കൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയേക്കുന്നതുകൊണ്ട് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് പമ്പ വരെ എത്താൻ അതിഭയങ്കര ബ്ലോക്കായിരുന്നു. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ചാലക്കയമായി. ഇനിയും പമ്പയിലേക്ക് കഷ്ടിച്ച് ഒരു 2 കിലോമീറ്റർ. നമ്മൾ ആ ചാലക്കയം ആ യൂ ടേൺ തിരിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇടത്തെ സൈഡിൽ മിക്കയിടത്തും അതിഭയങ്കര വെള്ളച്ചാട്ടം ഉള്ള ഇടവാണ്. ഇതുകൊണ്ട് ഞാൻ ഈ വണ്ടി നിർത്തി ഈ വലത്തെ സൈഡിലെല്ലാം ഒരു 50-100 മീറ്റർ ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടുന്ന ഇടവാണ്. പക്ഷെ അവിടെങ്ങും വെള്ളമില്ല. അങ്ങനെ പമ്പ KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തി. ഇനി പമ്പയ്ക്ക് ഒരു 500 മീറ്റർ കൂടെ ചെന്നാൽ പമ്പയായി. പക്ഷേ പമ്പയിൽ വരുമ്പോൾ നല്ല ചള്ളയും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ ഇന്ന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ മഴ പെയ്ത ലക്ഷണമുണ്ട്.